Hi guys, welcome to Tech Tips. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ്. അതായത് നിങ്ങളിൽ ചിലർ ചോദിച്ച മികച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹാങ് ആവുന്ന സ്മാർട്ട് ഫോൺ എങ്ങനെ സ്പീഡ് കൂട്ടാൻ പറ്റും? ഇത് ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റുക? ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 6 മാസമോ അല്ലെങ്കിൽ 9 മാസമോ കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഫോർമാറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ നിങ്ങൾ ഫോൺ മേടിക്കുമ്പോഴുണ്ടായിരുന്ന അതേ സ്പീഡിലോട്ട് തിരിച്ചു പോകും. ഇനി പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ സ്ലോ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എവിടെയാണ് ബിൽഡ് നമ്പർ എന്ന ഓപ്ഷൻ കാണുന്നതെന്ന് നോക്കുക. മിക്ക ഫോണിലും എബൌട്ട് ഫോൺ അടിച്ചാൽ അതിനകത്ത് ബിൽഡ് നമ്പർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം എബൌട്ട് ഫോണിൽ പോവുക, എന്നിട്ട് ബിൽഡ് നമ്പറിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ യു ആർ നൗ എ ഡെവലപ്പർ എന്ന് എഴുതി കാണിക്കും. അതിനു മുമ്പ് ചില ഫോണുകളിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പിൻ അടിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് എഴുതി കാണാം. ഇപ്പോൾ ചില ഫോണുകളിൽ സിസ്റ്റമിൻ്റെ അകത്തായിരിക്കും, അല്ലെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻസ് എവിടെ കാണുന്നോ അവിടെ പോവുക നിങ്ങളുടെ സെറ്റിങ്സിൽ. ഓക്കെ, ഡെവലപ്പർ ഓപ്ഷൻസിൽ പോയതിന് ശേഷം നിങ്ങൾ വീണ്ടും സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ എന്ന് കാണുന്നവരെ സ്ക്രോൾ ചെയ്യുക. ഓക്കെ, വിൻഡോസ് ആനിമേഷൻ സ്കെയിലിൽ ബൈ ഡിഫോൾട്ടായിട്ട് മിക്ക ഫോണുകളിലും 1x സെലക്ട് ചെയ്തിട്ട് കാണാം. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആനിമേഷൻ സ്കെയിൽ 0.5x വെക്കുക. ഇനി ബാക്ക് പോയിട്ട് ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ സെലക്ട് ചെയ്ത് അതും 0.5x ആക്കി വെക്കുക. അനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ അതും 0.5x ആക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് കൂടിയതായിട്ട് കാണാം. ഇതെന്താ നിങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ആനിമേഷൻ്റെ ഡ്യൂറേഷനൊക്കെ കുറച്ചതാണ് നിങ്ങളിപ്പോൾ ചെയ്തത്. ഇനി അടുത്ത ചോദ്യം, ഫോൺ ഫോർമാറ്റ് ചെയ്യുമ്പോൾ കോൺടാക്ട്സ് നഷ്ടപ്പെടാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം? ഫോൺ ഫോർമാറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോൺ മേടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആക്കി തരിക എന്നതാണ് ഫോൺ ഫോർമാറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൺടാക്ട്സ് നഷ്ടപ്പെടാണ്ടിരിക്കാൻ സിമ്പിളാണ്. നിങ്ങളുടെ ഫോണിലുള്ള കോൺടാക്ട്സിനെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് സിങ്ക് ചെയ്യുക. അതായത് കോൺടാക്ട്സ് എല്ലാം സേവ് ചെയ്യുന്നത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലായിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്താൽ വീണ്ടും നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതേ ഗൂഗിൾ ID വെച്ച് ഫോൺ സെറ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട്സ് ജിമെയിൽ അക്കൗണ്ടിലാണ് നിങ്ങളുടെ കോൺടാക്ട്സ് സേവ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കോൺടാക്ട്സ് ഒക്കെ ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷവും വീണ്ടും കാണാവുന്നതാണ് നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ ഒരു കോൺടാക്ട്സും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. വിച്ച് ഈസ് ദ ബെസ്റ്റ് ബേസിക് DSLR ക്യാമറ? ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും DSLR ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കൂ. മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫി എത്ര തന്നെ മികച്ചതായിരുന്നാലും DSLRൽ എടുക്കുന്ന ഫോട്ടോകളുടെ അത്ര ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ വരില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഏറ്റവും മികച്ച ബേസിക് DSLR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ DSLR എന്നായിരിക്കണം. കാനണിൻ്റെ 1300 അല്ലെങ്കിൽ മുമ്പ് 1200 ആയിരുന്നു, ഇപ്പോൾ കാനണിൻ്റെ 1300 വാങ്ങാം. അല്ലെങ്കിൽ കാനണിൻ്റെ ഒരു മിഡ് റേഞ്ചിലുള്ള 200D അല്ലെങ്കിൽ 2000 കാനൺ 2000D അതൊക്കെ മേടിക്കാം. ഈ ബേസിക് DSLR മേടിച്ചതിലല്ല കാര്യം. നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് എടുക്കാനാണ് നിങ്ങൾ DSLR വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എക്സ്ട്രാ ലെൻസ് കൂടി മേടിക്കണം. എന്നാലേ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് ഒരു 7000 റുപ്പീസിന് നിങ്ങൾക്ക് ആ ലെൻസ് ലഭിക്കും വാങ്ങാൻ. കാനണിൻ്റെ തന്നെ 1.8 അപ്പർച്ചറുള്ള 50mm ലെൻസ് മേടിച്ചാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ലെൻസ് മേടിച്ചിരിക്കണം. ഈ ലെൻസ് മേടിക്കാത്ത പക്ഷം നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും DSLR ബേസിക് കിറ്റ് ലെൻസ് ഉപയോഗിച്ചും എടുക്കുന്ന ഫോട്ടോകൾ ഏകദേശം ഒരുപോലെ ഇരിക്കും. സ്മാർട്ട് ബാൻഡും സ്മാർട്ട് വാച്ചും തമ്മിലുള്ള വ്യത്യാസം, ഏതാണ് മികച്ച സ്മാർട്ട് ബാൻഡ്? ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്ന ആ വീഡിയോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം.
അതിൽ സ്മാർട്ട് ബാൻഡും സ്മാർട്ട് വാച്ചും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ദ ബെസ്റ്റ് സ്മാർട്ട് ബാൻഡ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏതാണ് ബെസ്റ്റ് സ്മാർട്ട് ബാൻഡ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ബാൻഡുകളിൽ ഏറ്റവും നന്നായിട്ടുള്ളത് ഷവോമിയുടെ MI Band 4 നല്ല സ്മാർട്ട് ബാൻഡാണ്. പിന്നെ ഹുവാവയുടെ ഹോണർ ബാൻഡ് 5 മികച്ചതാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് സ്മാർട്ട് ബാൻഡിൽ. അടുത്ത ചോദ്യം, വൈ ഡു യു ഹേറ്റ് ഐഫോൺ? ഇത് എന്നോട് എൻ്റെ അടുത്തൊരു സുഹൃത്താണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വൈ ഡു യു ഹേറ്റ് ഐഫോൺ എന്നാണ് പുള്ളിയുടെ ചോദ്യം. ഞാനൊരിക്കലും ഐഫോണിനെ ഹേറ്റ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ ഐഫോണിനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അല്ല. കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് തന്നെ ഏകദേശം ഒരു 2-3 വർഷമേ നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയാൽ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഈ 2-3 വർഷത്തിന് ഏകദേശം 1 ലക്ഷം രൂപ ചിലവഴിച്ച് ഒരു ഫോൺ മേടിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഐഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി പിന്നെ അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ആൻഡ്രോയിഡ് ഫോണുകളിലും അതേപോലുള്ള ഇൻ്റർഫേസും പിന്നെ ക്വാളിറ്റിയും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഏകദേശം 1/3 ഓഫ് ഐഫോൺസ് പ്രൈസ്, അതായത് 30,000 രൂപയ്ക്ക് ചിലവഴിച്ചാൽ നിങ്ങൾക്ക് മികച്ച ഒരു ആൻഡ്രോയിഡ് ഫോൺ ലഭിക്കും. ഇതേ ഫീച്ചേഴ്സൊക്കെ ഉള്ളത്, ഇതിനേക്കാൾ ബെറ്റർ ഫീച്ചേഴ്സാണ്. അതാണ് മെയിൻ കാരണം എനിക്ക് ഐഫോണിനെ ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ഐഫോൺ വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ടൊറൻറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഐഫോണിൽ ആ ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് എന്ത് ഫയലും ഇൻ്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്ന് ഇപ്പോഴും ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇടുന്നവരാണ് കൂടുതലും. ഐഫോൺ ഉപയോഗിക്കുന്നവരിൽ കൂടുതൽ പേരും ഒരു 90% ആൾക്കാരും ഐഫോണിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. വെറും ഷോക്ക് വേണ്ടിയിട്ടാണ് അവർ ഐഫോൺ ഉപയോഗിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, ശരിയാവണമെന്നില്ല. എന്തായാലും 2 വർഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും 1 ലക്ഷം രൂപ ചിലവഴിച്ച് ഒരു ഐഫോൺ മേടിക്കില്ല. 30,000 25,000 ഇതാണ് മാക്സിമം സ്മാർട്ട് ഫോണിന് കൊടുക്കാനുള്ള ബജറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.